എല്ലാവർക്കും നമസ്കാരം. കറിക്കൂട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് ചിക്കൻ്റെ മാങ്ങ വെച്ചിട്ടുള്ളൊരു ഡ്രൈ ഫ്രൈ ആണ്. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ആണ് ഇതൊക്കെ. അപ്പോൾ അതിലേക്ക് വേണ്ട സാധനങ്ങളാണ് ഇതൊക്കെ. കോൺഫ്ലവർ പൊടി 2 ടീസ്പൂൺ, മൈദപ്പൊടി 2 ടീസ്പൂൺ, അരിപ്പൊടി 2 ടീസ്പൂൺ, ജീരകപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, മുളക് പൊടി, കാശ്മീർ ചില്ലി പൊടി, ഇഞ്ചി പേസ്റ്റ്, വെളുത്തുള്ളി പേസ്റ്റ്, ഉപ്പ്, ഇതൊക്കെയാണ് ഇതിലേക്ക് വേണ്ട കൂട്ടുകൾ. 1 കിലോ ചിക്കൻ്റെ മാങ്ങയുണ്ട്. അതിലേക്ക് വേണ്ട സാധനങ്ങളാണ് ഇപ്പോൾ നമ്മൾ മിക്സ് ചെയ്യാനായിട്ട് ചേർക്കുന്നത്. ഇത് നേരത്തെ പറഞ്ഞ മാതിരി 2 ടീസ്പൂൺ മൈദപ്പൊടി, 2 ടീസ്പൂൺ കോൺഫ്ലവർ പൊടി, 2 ടീസ്പൂൺ അരിപ്പൊടി. ഒരു ടീസ്പൂൺ ജീരകപ്പൊടി. ടീസ്പൂൺ വേണ്ട, എന്നാലും ഒരു 1/4 ടീസ്പൂണും മഞ്ഞൾപ്പൊടി. ഒരു ടീസ്പൂണോ ഗരം മസാല. ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി. ഒരു 1.5 ടീസ്പൂൺ കാശ്മീർ ചില്ലി പൗഡർ. അത് കൂടുതൽ കുഴപ്പമില്ല, കളർ കിട്ടും. ഇഞ്ചും വെളുത്തുള്ളിയും കൂടി മിക്സ് ചെയ്തിട്ടുള്ളതാണ്. അത് ഒരു 1.5 ടീസ്പൂൺ. ഉപ്പ് പാകത്തിന് കേട്ടോ, അതിനൊരളവില്ല. ലേശം വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ഇതിങ്ങനെ മിക്സ് ചെയ്യാം എല്ലാം കൂടി. ഇനി ഇതിലേക്ക് മാങ്ങ ഇട്ടിട്ട് നമുക്ക് മിക്സ് ചെയ്ത് ഇത് ഒരു 1/2 മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം. ഈ ചാനൽ കാണുന്നവർ, ഇതൊരു പുതിയ ചാനൽ ഞാൻ ചെറിയതായിട്ട് തുടങ്ങിയിട്ടുള്ളതാണ്. നിങ്ങൾ ഷെയർ ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എന്നാലാണ് എനിക്ക് അടുത്ത വീഡിയോ ഒക്കെ ഇടാൻ പറ്റുള്ളൂ. അപ്പോൾ മാക്സിമം നിങ്ങളുടെ സഹകരണവും ഞാൻ അപേക്ഷിക്കുന്നു. നന്നായിട്ട് മിക്സ് ആയിട്ട് ഇനി നമുക്കിത് ഒരു 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം.
ഒരു അരമുക്കാൽ മണിക്കൂറോളായി റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് അടുപ്പ് കത്തിച്ചിട്ടുണ്ട്. എണ്ണ ചൂടാക്കി ഇത് നമുക്ക് വറുക്കാനുള്ള കാര്യങ്ങൾ നോക്കാം. അപ്പോൾ എണ്ണ ചൂടാവട്ടെ. ഇനി ഇതിലേക്ക് വേണ്ടത്, ഇനി നമ്മൾ സവോള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, മുളക് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, വേപ്പിൻ്റെ ഇല. ഇത് വറുത്തതിന് ശേഷം ഇതിട്ട് ഉരിയിക്കാം. എണ്ണ ചൂടായിട്ട് നമുക്ക് വറക്കാനുള്ള പരിപാടികൾ നോക്കാം. വേപ്പിൻ്റെ ഇല ഇട്ടു. കുറച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കാം. കുറച്ച് സബോള ഇട്ട് കൊടുക്കാം. ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിത് കോരിയെടുക്കാം. ഒരു ട്രിപ്പും കൂടി നമുക്കിത് വറക്കാം. സുഹൃത്തുക്കളെ, ചിക്കൻ മാങ്ങ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. നിങ്ങളും ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ്. എല്ലാവർക്കും കഴിക്കാം. കുട്ടികൾക്ക് വരെ കഴിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും ചെയ്യുക. നമ്മുടെ ചാനൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, ഫോളോ ചെയ്യുക, അതേമാതിരി കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോ ആയിട്ട് കാണാം.